നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. 40 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും ആധാർ കാർഡുള്ളവർ ശ്രദ്ധിക്കുക. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതില്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് ഈ വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ ആധാർ കാർഡ് ഒരു ഇമ്പോർട്ടൻ്റ് രേഖ തന്നെയാണ്. പക്ഷേ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും അത്ര കാര്യമായി എടുത്തിരുന്ന രേഖയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിലെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ് എന്നിവ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല. അതിനുശേഷം കാലങ്ങൾക്കപ്പുറം ആധാർ കാർഡ് ഇല്ലാതെ ഒരു കാര്യവും ഗവൺമെൻറ്റിൽ നിന്ന് നടക്കാതെയായി. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമായി. അപ്പോഴാണ് അതിലെ അഡ്രസ്സ്, ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളെല്ലാം നമുക്ക് ബുദ്ധിമുട്ടായി വരുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മളുടെ ഭൂരിഭാഗം ആളുകളും കൊടുത്തിരുന്ന രേഖ പഴയ രൂപത്തിലുള്ള വോട്ടർ ID കാർഡായിരുന്നു. അത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തോ മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വയസ്സ് വർഷം കണക്കാക്കി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് 1 കണക്കാക്കിയായിരുന്നു നമ്മുടെ വയസ്സും മറ്റു കാര്യങ്ങളും രേഖപ്പെടുത്തിയിരുന്നത്. എന്നിരുന്നാലും നമുക്ക് ലഭിച്ച ആധാർ കാർഡിൽ നമ്മുടെ ജന്മവർഷം മാത്രമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ തെറ്റ് മനസ്സിലായിട്ടുമില്ലായിരുന്നു. അതിനുശേഷം പല പ്രാവശ്യങ്ങളും ആധാർ കാർഡിലെ ഡേറ്റ് തിരുത്താനുള്ള സമയം സർക്കാർ തന്നിരുന്നെങ്കിലും നമ്മുടെ ആധാർ കാർഡിൽ ജന്മവർഷം മാത്രമുള്ളത് കൊണ്ട് തന്നെ നമ്മളാരും അത് ശ്രദ്ധിച്ചിട്ടുമില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഓരോ ആവശ്യങ്ങൾക്കും നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിനോ പോകുന്ന സമയത്താണ് നമുക്ക് ഇതിനെല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുപോലെ തന്നെയായിരുന്നു നമ്മൾ അന്ന് കൊടുത്ത രേഖകളെല്ലാം കളർ കോപ്പി അല്ലാത്ത രൂപത്തിലുള്ള അല്ലെങ്കിൽ ഒറിജിനൽ രേഖകളല്ലാത്തൊരു രേഖകളായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ സർക്കാർ കൊണ്ടുവന്നൊരു നിയമമായിരുന്നു മുഴുവൻ ആളുകളും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. എന്നിരുന്നാലും 40 വയസ്സ് കഴിഞ്ഞ പല ആളുകളും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിർബന്ധമായും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക, എങ്കിൽ മാത്രമാണ് അവർക്ക് പെൻഷൻ, അതുപോലെ തന്നെ ആധാർ അനുസൃതമായ മറ്റ് ആനുകൂല്യങ്ങളെല്ലാം അവർക്ക് ലഭിക്കുകയുള്ളൂ. ഇനിയും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിർബന്ധമായും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ആധാറിലെ ഫുള്ള് പേര്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ് എന്നിവയെല്ലാം വളരെ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോഴും അത് തിരുത്താൻ സാധിക്കുന്നുണ്ട്. വരും അവസരങ്ങളിൽ ഈ ഒരു മാർച്ച് മാസത്തിന് ശേഷം അത് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ആധാറിലെ കാര്യങ്ങൾ തിരുത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് തിരുത്താൻ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോഴും നമ്മുടെ ജന്മവർഷം മാത്രമുള്ള ആധാർ കാർഡ് നമ്മുടെ കൈവശമുള്ളതെങ്കിൽ ആധാറിൻ്റെ കോപ്പി പുതിയതൊന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിൽ ഫുൾ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാകും. അത് നമ്മുടെ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെയാണ് ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ. പല ആളുകളും ആധാറിൽ പഴയ ലാൻഡ് ഫോൺ നമ്പറുകളും മറ്റുമാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും OTP അവർക്ക് ലഭിക്കുന്നില്ല, ആനുകൂല്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടുകയാണ്. നിർബന്ധമായും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫോൺ നമ്പർ കൂടി ഒന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പഴയ നമ്പർ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ആ നമ്പർ ഇപ്പോൾ നമ്മുടെ കൈവശമില്ലെങ്കിൽ നിർബന്ധമായും ആധാർ കാർഡിലെ നമ്പർ മാറ്റുകയും ചെയ്യുക. ആധാർ കാർഡിലെ OTP വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലുള്ള പണം എടുക്കാൻ വരെ ആ OTP കൊണ്ട് സാധിക്കും. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോസിൽ നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.